ഗുരുപ്രിയ ടിവിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് മലയാളക്കര എന്നെന്നും മനസ്സിലാക്കേണ്ടുന്ന ഒരു വ്യക്തിത്വവുമായിട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. ചരിത്രവും പൗരാണികത്വവും ഇടകലരുന്ന ദേശമാണ് വർക്കല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന സ്ഥലമാണ് വർക്കല. ജനാർദ്ദന സ്വാമിയുടെ പാദം പതിഞ്ഞ പാപനാശം തീരപ്രദേശത്ത് ഒട്ടനവധി ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട്. തദ്ദേശവാസികളായിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ളവർ ഇവർക്ക് സ്വാഗതം അരുളുന്നുണ്ട്. അതിൽ വളരെ വ്യത്യസ്തനായ, ഏറെ സ്നേഹവും കാരുണ്യവും നന്മയും ഒക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു പോരുന്ന വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആരോഗ്യം, കായികം, അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരം, ഇങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ സഞ്ജയ് സഹദേവൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാറിന് ഈ ഗുരുപ്രിയ ടിവിയിലേക്ക് ഹാർദമായ സ്വാഗതം. നമസ്കാരം സാർ. ആദ്യമായി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത്? എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. ആ ഹെൽത്തി ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഒരു ഫീൽഡിൽ പോയാലും സക്സസ് ആവാൻ പറ്റും. കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ഡിഫക്റ്റും നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നതും അത് തന്നെ. ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട്, ഇപ്പൊ ഞാനൊരു ഡോക്ടർ ആണെങ്കിലും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ഹയർ അതോറിറ്റി കണ്ട എന്ത് പറയും എന്ത് ചേഞ്ചിന് വേണ്ടിയാണ് ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ പറയുന്നത് 70% നോളജ് മതി ഒരു ഡോക്ടറാണ്. 30% വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇന്നത്തെ ഒരു ഡോക്ടേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിൽ മിസ്സിംഗ് ആണ്. അതാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഹെൽത്ത് തന്നെയാണ്. ആ ഹെൽത്ത് ഡോക്ടേഴ്സിന്റെ തന്നെ ഇപ്പോൾ താഴോട്ട് വരുന്ന ഏതൊരു കമ്മ്യൂണിറ്റിയിലും അത് ബാധകമാണ്. നമ്മൾ പഠിത്തത്തിന് വേണ്ടി മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ കാലഘട്ടത്തിൽ കേരളത്തിലുള്ള ഓരോ വീട്ടിലും അമ്മമാരിത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ നമ്മളെ പിള്ളേർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കളിക്കാനും അവരുടെ ഹെൽത്ത് നോക്കാനും 2 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉണ്ടോ എന്നുള്ളത് പ്രേക്ഷകർ എല്ലാവരും ബോധവാന്മാരായിരിക്കും ആ കാര്യത്തിൽ. ഇതാണ് എൻ്റെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ട്. ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരമാണ്. ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മക്കളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ റിസൾട്ട് ശരിയായ തലത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ്. പഠിക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ട്സ് നമുക്ക് കാണാൻ നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഭയങ്കര ഒരു പത്തറ്റിക് സിറ്റുവേഷനാണ്. നമ്മളെ പിള്ളേർ 10 മണിക്കൂർ പഠിക്കുകയും അവർ ഡിപ്രസ്ഡ് ആവുകയും. എന്തുകൊണ്ടാണ് ഇത്രയും ഡ്രഗ് വരുന്നത് ഈ പിള്ളേരുടെ? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്തപ്പോൾ മാഡം പറഞ്ഞ മനസ്സിലല്ലേ, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പെണ്ണുങ്ങളെ സ്കൂളാണ്. ക്ലാസ്സിൽ ചെന്ന് കയറാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷം. അവിടെ അടി ബഹളം. അപ്പൊ മാഡം പറയാം, മാഡത്തിന് അറിഞ്ഞല്ലോ, ഒരു വെള്ള പൊടി ഇങ്ങനെ പുറത്തൊക്കെ കാണുന്നു, അവിടെ ഇവിടെ ചില മുഖങ്ങൾ കാണും. ടീച്ചേഴ്സിന് അഡ്വൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സിറ്റുവേഷനാണ് കേരളം ഫേസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എവിടെ തുടങ്ങണം. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. 4 നൂറ്റാണ്ടിലധികമായി ആരോഗ്യരംഗത്ത് ഒരു ആതുര ശുശ്രൂഷകനായി, അതായത് ഡോക്ടറായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് MBBS കഴിഞ്ഞു, MD അനസ്തേഷ്യ വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി പ്രൈവറ്റ് സെക്ടറിലും തുടർന്ന് സർക്കാർ സർവീസിലും സേവന സന്നദ്ധതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു പഴയ തലത്തിൽ നിന്ന് ഇന്നത്തെ തലത്തിലേക്ക് ആരോഗ്യരംഗത്തുണ്ടാകുന്ന മാറ്റം അത് പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത്? മനസാക്ഷിക്ക് അനുസൃതമായി അങ്ങയുടെ വിലയേറിയ അഭിപ്രായം. അതൊരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് സാറ് ചോദിച്ചത്. കാരണം ജനത്തിന് എങ്ങനെ നമ്മൾ അത് ഡെലിവറി ചെയ്യുന്നു എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു ഗവൺമെന്റ് സെക്ടറിൽ ആണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു 8 ഇയേഴ്സോളം പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. പ്രൈവറ്റ് സെക്ടറിൽ ഞാൻ എൻ്റെ ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ അപ്പോഴത്തെ രീതിയിൽ അവർക്ക് ഞാനൊരു മിഷൻ സർവീസിലാണ് വർക്ക് ചെയ്തത്.
അതുകൊണ്ട് എക്കണോമിക്കലി ഒട്ടും എക്സ്പെൻസീവ് അല്ലായിരുന്നു. നല്ലപോലെ ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് 8 ഇയേഴ്സോളം. മനസ്സിലായില്ല. അപ്പം പേഷ്യൻസ് ഹാപ്പി ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം അവർക്ക് ഫിനാൻഷ്യലി വലിയ ബേർഡൻ ഇല്ലായിരുന്നു. എന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എപ്പോഴും 24 മണിക്കൂറും ഡോക്ടേഴ്സ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലായിരുന്നു അന്ന്. ഇപ്പം പ്രൈവറ്റ് സെക്ടർ വളരെ വളരെ മുന്നിലെത്തിയിരിക്കും. അതേപോലെ ഗവൺമെന്റ് സെക്ടറിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു വലിയ ലോഡാണ്. ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ ഡീൽ ചെയ്തത് ഒരു മിനിസ്ക്യൂൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. മനസ്സിലായില്ലേ? പക്ഷെ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ഹ്യൂജ് പോപ്പുലേഷനാണ്. രാത്രി ഒരു 24 hours നമ്മൾ ഏകദേശം ഒരു 16 ഓപ്പറേഷൻസ് എങ്കിലും ചെയ്യും. മനസ്സിലായില്ലേ? അത് മിനിമം സ്റ്റാഫ് വെച്ച്. മനസ്സിലല്ലേ? അപ്പം നമുക്ക് മിനിമം സ്റ്റാഫ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത് മിനിമം തന്നെയായിരിക്കും. എന്നുവെച്ചാൽ ഒരു കാര്യം നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ പേഷ്യന്റ് കെയർ കിട്ടുന്നു, അവർ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് റിസൾട്ട്സ് ഇല്ല. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അസുഖം വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കെയർ വേണ്ടത്, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് വേണ്ടത്, ഏറ്റവും നല്ല ആഹാരം വേണ്ടത്. മനസ്സിലായില്ലേ? ഈ സമയത്ത് നമുക്ക് ഇതൊന്നും ഒരു ഗവൺമെന്റ് സെക്ടറിലൂടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർക്ക് ഡെലിവർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. മനസ്സിലായി? നമുക്ക് അവർക്ക് മിനിമം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് പല രോഗികളും എന്ന് പറയുന്നത്, ഡോക്ടറെ എൻ്റെ പേഷ്യന്റ് IC കിടക്കാണ്, ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ത് പറ്റിയെന്ന്, ബ്രെയിൻ ഇഞ്ചുറി ആയിട്ട് കിടക്കുകയാണ്, ജീവിക്കുവോ മരിക്കുവോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ വർക്കിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും ICUയിൽ വിളിച്ച് ആ പേഷ്യന്റെ കണ്ടീഷൻ മനസ്സിലാക്കി ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് പറയുകയും ചെയ്യും. കാരണം മനഃപൂർവ്വം ഡോക്ടർ പറയത്തില്ല. മനസ്സിലായി? അതിനിടയിൽ അത്രക്കുള്ള സമയമുള്ളൂ. നമ്മൾ മെഡിക്കൽ കോളേജിൽ ഒരു ICU ഒന്ന് കണ്ടാൽ അറിയും, ചാള അടുക്കി കണക്കാണ് ICUയിൽ പേഷ്യൻസിനെ അടുക്കിയിരിക്കുന്നത്. അങ്ങനെ പറ്റും. ICU കിട്ടാൻ വേണ്ടി വെളിയിൽ ഒരു പേഷ്യന്റ് ICUയിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് സെക്ടറിൽ വന്നാൽ ഒരു 5 ദിവസം കൊണ്ട് ഒരു 7 ലക്ഷം രൂപയെങ്കിലും അവന് ബില്ലാവും. പിന്നെ അവന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മെഡിക്കൽ കോളേജിൽ ഒരു ICUയിലേക്ക് വരിക എന്നുള്ളതാണ്. മനസ്സിലായില്ല? അവൻ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാം കഴിഞ്ഞു. അപ്പൊ ICUയിലേക്ക് വേണ്ടി വരാൻ വേണ്ടി ഒരു 1 വെയിറ്റിംഗ് ലിസ്റ്റാണ് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലായി. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലൂടെ പോയാൽ യാതൊരു കാരണവശാലും നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് പേഷ്യൻസിന് വിചാരിക്കുന്ന വേണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഡിഫക്റ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ഒരു പ്രോപ്പർ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരാൻ എല്ലാ ഗവൺമെന്റും പേടിക്കുന്നു. ഗവൺമെന്റിന്റെ എല്ലാം പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്നാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. കാരണം ജനത്തിന്റെ അടുത്ത് നമ്മൾ പറയണം വി ആർ ഗിവിംഗ് യു സംതിങ്. മനസ്സിലായി? ഞാൻ നിങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും തരുന്നുണ്ടെന്ന് പറയുകയും അതിൽ നിന്ന് ഞാൻ പൈസ ഒന്നും കളക്ട് ചെയ്യില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല. മനസ്സിലായി? വി ഷുഡ് ബി ഏബിൾ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടി 3 അടിയെങ്കിലും മുമ്പിൽ നിൽക്കണം. മനസ്സിലായില്ലേ? ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇപ്പം കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. അത് പാവങ്ങൾക്ക് മാത്രമല്ല മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാവർക്കും അവിടെ ഷെയർ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഡിഫക്റ്റ് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് എല്ലാ ഗവൺമെന്റും ആലോചിച്ച് ചെയ്യേണ്ടത്. അത് ഇനി അതിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? അല്ലാതെ ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഭയങ്കര കഷ്ടമാണ്. ഒരു 600 രൂപ ഒരു വർഷം ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടാക്കിയാൽ നമ്മൾ ബൈക്ക് എടുക്കുന്നു, എത്ര രൂപ ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട് ഈ പിള്ളേരെല്ലാം? മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒരു വർഷത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ മൊബൈലിൽ എത്ര ചാർജ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ അത്ര പോലും വരത്തില്ല. 600 രൂപ പെർ ഹെഡ് കമ്പൽസറി ആയിട്ട് ഒരു മെഡിക്കൽ കാർഡ് ഉണ്ടാക്കിയാൽ നമുക്ക് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ആർക്കെങ്കിലും ഈ 600 രൂപ അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ ഗവൺമെന്റ് ഇടയ്ക്ക് പറയും. ദിസ് ഷുഡ് ബി മെയ്ഡ് വെരി കമ്പൽസറി. എല്ലാ സിറ്റിസന്റെയിലും ഉണ്ടായിരുന്നു. നമ്മൾ ഏതൊക്കെ കാർഡ്സ് കമ്പൽസറി ആണ്, എന്നിട്ട് നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് ഇത് യൂസ് ചെയ്യുക, അൺനെസസറി മിസ്യൂസ് ചെയ്യുക. സാർ, ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും ഒരു ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ അവിടുത്തെ അതോറിറ്റി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പ്രൈവറ്റ് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ? വെരി ഹാപ്പി വിത്ത് സീയിങ് പ്രൈവറ്റ് ഇൻഷുറൻസ്. അതെ അതെ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഗവൺമെന്റിന്റെ ഒരു ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ പലതും ഉണ്ട്, ചില ഹോസ്പിറ്റലിലൊക്കെ ഫലപ്രദവുമാണ്, എങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി നമുക്ക് ഏറ്റവും കൂടുതൽ നിൽക്കാൻ പറ്റുന്നത് പാർപ്പിടം, ആരോഗ്യം തുടങ്ങി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നിലാണ് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ നമ്മുടെ കുട്ടികൾ പകച്ചു നിൽക്കുകയാണ്. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും പാർപ്പിടം, അതായത് താമസ സൗകര്യം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോ എന്ന് ദയനീയമായി പറയേണ്ടി വരും. എന്നാൽ അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ആരോഗ്യം. കാരണം നമ്മൾ പണ്ട്
ആൾക്കാർ ഭക്ഷണമില്ലാതെ വയർ ഒട്ടി മരിച്ചെങ്കിൽ ഇന്ന് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട് വയർ പൊട്ടി മരിക്കുന്ന ഒന്നാണ് പൊതുവിൽ പറയുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം വിഷലിപ്തമാണ്. അതിൽ നിന്നുണ്ടാകുന്ന അനവധി അസുഖങ്ങൾ, ഈ അസുഖങ്ങളെയൊക്കെ മാറ്റുവാൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഷുറൻസ് സംവിധാനം ഒരുക്കിയിട്ട് മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഒരു ഫ്രീ ആയി ഒരു ചികിത്സ നല്ല രീതിയിലുള്ള ചികിത്സ ആവശ്യമില്ല. അത് ഗവൺമെന്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനും ഉപരി ഈ ഞാൻ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് ഇന്റർവ്യൂ നമ്മൾ നോർമലി പറയണത്, ഞാനൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ട് പോലും എന്റെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 60,000 rupees പെർ ഇയർ ആണ് ഞാൻ മനസ്സിലായത് പ്രൈവറ്റ് ഇൻഷുറൻസ്. എന്നാലും എന്റെ ഫാമിലിക്ക് മൊത്തം കൂടെ ഉള്ളതാണ് മനസ്സിലായി. ആൻഡ് ദാറ്റ് വിൽ കവർ ഓൺലി 25 lakhs. എനിക്കൊരു ഞാൻ എന്തിനാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കൊരു ആക്സിഡന്റ് പറ്റി മനസ്സിലായി, എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഞാൻ റോഡിൽ കിടന്ന ഞാൻ എവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാനൊരു ഗവൺമെന്റ് ഡോക്ടർ ആണെങ്കിൽ പോലും ഞാൻ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുവരാൻ പറയുന്നില്ല. ഞാൻ ഗവൺമെന്റിനെ കുറ്റം പറയല്ല. ഇത് ഇന്റർവ്യൂ കേൾക്കുന്ന ആരും ഗവൺമെന്റിന് അവർക്ക് അത്രയും ഡെലിവറി ചെയ്യാൻ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലും പറ്റും. കാഷ്വാലിറ്റിയിൽ വന്ന് 1 മണിക്കൂറിനകം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. അത് മെഡിക്കൽ കോളേജിൽ പറ്റിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്താൻ ഇനിയും ഒരുപാട് നാളെടുക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ ഇൻഷുറൻസ് കീപ്പ് ചെയ്യുന്നത്. കാരണം അന്ന് എന്റെ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഉണ്ട്. ഞാൻ ഡോക്ടറാണെങ്കിൽ പോലും ഞാൻ 10 ദിവസം വെന്റിലേറ്ററിൽ കിടന്നാലുള്ള ചെലവ് നമ്മൾ കാണുന്നതല്ലേ. വെന്റിലേറ്ററിൽ കിടന്ന് ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് ആണ്. ബൈക്ക് ആക്സിഡന്റ് ആണ് മെജോറിറ്റി. അതിൽ കുറേയൊക്കെ സർവൈവ് ചെയ്യും, കുറെ പെട്ടിട്ടുണ്ടായിട്ട് കിടക്കും. പക്ഷെ എന്നാലും ആ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഗവൺമെന്റിന്റെ ICUകൾ പക്ക ഗവൺമെന്റ് ICU പ്രൈവറ്റ് ICUകളിൽ പോയി നോക്കിയിട്ടൊന്ന്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ICU പിന്നെ ഇവിടുത്തെ കോർപ്പറേറ്റ് ICU എടുത്തിട്ടൊന്ന് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യണം. റീസെന്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, പുള്ളിയാണ് ട്രിവാൻഡ്രത്തുള്ള ഈ പ്രകൃതി സ്നേഹി, എല്ലാ ലേക്കിന് വേണ്ടി എല്ലാത്തിനും, ഈവൻ വർക്കലെ പോലും പല കാര്യത്തിലും ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. കല്യാണം പോലും കഴിച്ചിട്ട് പുള്ളിയുടെ ലൈഫ് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. പുള്ളിക്ക് റീസെന്റ് ഗില്ലൻ ബാലി എന്ന് പറഞ്ഞ അസുഖം പെട്ടെന്ന് പിടിപെട്ടു. കാലിന് താഴെ പാരലൈസ് ആയി. പുള്ളി ആദ്യത്തെ ഒരു ഇതിൽ പുള്ളി ഇത് ഹിസ്റ്ററി കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു നേരെ ചിത്രയിൽ പോകും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും പുള്ളി മടിച്ച് ആദ്യം മെഡിക്കൽ കോളേജിൽ തന്നെ വന്നു. പുള്ളി ഒരു 2-3 days മെഡിക്കൽ കോളേജിൽ കിടന്നു. മെഡിക്കൽ കോളേജിൽ ഒരു അനുഭവം കഴിഞ്ഞ് അതിനുശേഷമാണ് പുള്ളി ചിത്രയിൽ എത്തിയത്. പുള്ളി ഇപ്പം ഭാഗ്യത്തിന് റിക്കവർ ചെയ്തു. സത്യം പറഞ്ഞ ചിത്രയിൽ എത്തിയോണ്ട് ആ മിനിമം കോസ്റ്റിനകത്ത്, എന്നാലും കോസ്റ്റ് ആവും. അതിനകത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പുള്ളി പോയി. അവിടെ ഈ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ പുള്ളിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള ഒരു പൈസയുള്ള പാർട്ടിയല്ല. ഇതുപോലും പുള്ളി വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ചെയ്തിട്ടുള്ളൂ. പക്ഷെ പുള്ളിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് ചിത്രയിലും ഡോക്ടേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ കോളേജിലും ഡോക്ടേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, വാട്ടർ ആൾക്കാരുണ്ട്. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? മാസീവ് ഡിഫറൻസ്. മാസീവ് ഡിഫറൻസ്. അതാണ് അതിന്റെ. അപ്പം മനസ്സിലാക്കാം കെയർ എവിടെ വരുന്നതാണ്. സോ വി ഹാവ് ടു ഡെലിവർ. ഗവൺമെന്റ് സെക്ടറിൽ ഇങ്ങനെ കളിച്ചു നിൽക്കാൻ പറ്റൂല. യു ഹാവ് ടു കം ഔട്ട് വിത്ത് ഐഡിയാസ്. ഗവൺമെന്റ് വോട്ട് ബാങ്ക്. അടുത്ത ഇലക്ഷനിൽ എനിക്ക് ജയിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ ആൾക്കാരും. നമുക്ക് അടുത്ത ഇലക്ഷൻ ജയിക്കാനല്ല നമ്മൾ മുമ്പോട്ട് വരുന്നത്. നമ്മൾ ആൾക്കാർക്ക് ഡെലിവറി ചെയ്യണം കാര്യം മനസ്സിലായില്ല. അതിനകത്ത് ചിലപ്പോൾ നമ്മുടെ ഇലക്ഷൻ നോക്കായിരിക്കും. മനസ്സിലായി. ഇൻഷുറൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ 600 രൂപ ഞാൻ പറയുന്നുള്ളൂ. യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് നമ്മളെ പോപ്പുലേഷൻ വെച്ച് നോക്കി. പക്ഷെ ഇതിൽ ചീറ്റിംഗ് വരുന്നത് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടർ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പനി വന്നപ്പോൾ ഞാൻ 2 ദിവസം അവിടെ പോയി ആശുപത്രിക്കണം. ഈ മനുഷ്യന്റെ ഈ വൃത്തിയുടെ കോൺസെപ്റ്റ് ഷുഡ് ചേഞ്ച്. അതല്ല നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായി. നമ്മൾ മരിക്കുന്നവർ നമുക്ക് ഇൻഷുറൻസ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്ത പൈസ ഏതെങ്കിലും ഒരു സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും ആൾക്കാരിലും വരണം മനസ്സിലായി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം, ഒത്തിരി അനുഭവങ്ങൾ സാറിനുണ്ടാവും. ഒരെണ്ണം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. റീസെന്റ് ഞാനൊരു കാര്യം പറയാം. പക്ഷെ നമ്മൾ അതൊരു വൺ സൈഡഡ് ആയിരിക്കും. എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർട്ട് മൊത്തം, ഞാനിപ്പോൾ ഹാർട്ട് സർജറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർട്ട് പൊട്ടി മരിച്ചിട്ടില്ല, തിരിച്ച് കുഞ്ഞി പിടിച്ച് ഹാർട്ട് വരാം. അപ്പൊ ഈ മനുഷ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഓണത്തിനൊരു 1 month മുമ്പാണ് ഈ മനുഷ്യൻ ആശുപത്രിയിൽ വരുന്നത്. അപ്പം ഞാൻ അവിടെ ICU കടത്തി തന്നെ എല്ലാ ലൈൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടോണ്ടിരുന്നപ്പം പുള്ളി എൻ്റെ അടുത്തൊരു സ്റ്റോറി പറഞ്ഞു.
ഡോക്ടറെ ഞാനൊരു 35 വർഷം ഗൾഫിലായിരുന്നു. ഞാൻ 2 വീടുണ്ടാക്കി, ഒരുപാട് സമ്പാദിച്ചു. ഇപ്പൊ എൻ്റെ ഭാര്യയും മക്കളും എന്നെ വെളിയിലാക്കി. മനസ്സിലായി? പുള്ളിയുടെ ഒരു ഹിസ്റ്ററിയാണ്. മണി വെളിയിലാക്കി. ഒരു സൈഡാണ് നമ്മൾ പറയുന്നത്, മറ്റേ സൈഡല്ല. പെൺകുട്ടികളാണ്, മറ്റേ 2 പെൺകുട്ടികളും വേണം. ഇയാളെ വെളിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ എനിക്കൊന്നുമില്ല. ഞാനിപ്പോ ഏതായാലും മരിക്കും. ഇപ്പം ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ട് ഈ വീട്ടുകാരെല്ലാം ഇപ്പം ഈ ഐസിന് വെളിയിലുണ്ട്. അവര് മനസ്സിലായില്ലേ? ഞാൻ എന്തെങ്കിലും വിൽപ്പത്രം എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യും. പുള്ളി ആ സമയത്ത് ഇത്രയും ബാഡായിട്ടിരിക്കുമ്പോഴും പുള്ളി അതാണ് ചിന്തിക്കുന്നത്. 35 ഇയേഴ്സ് ഗൾഫ്. ഞാൻ ഈ 35 ഇയേഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പ്രത്യേകിച്ച് വർക്കലയിലുള്ള ഒരുപാട് ആളുകൾ 10-35 വർഷം ഗൾഫിൽ ഒറ്റയ്ക്ക് ജീവിച്ചവരാണ്. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് തിരിച്ചു വരുമ്പം അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാനോ നമ്മൾ ആരും ഇല്ല. നമുക്ക് ഗവൺമെന്റിലാ ജോലിയില്ല. വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്കാണ് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ പോണ ആൾക്കാരാണ്. പുള്ളി പറഞ്ഞ സ്റ്റോറി എന്താ ആവട്ടെ. അപ്പൊ നമുക്ക് പുള്ളിയെ രക്ഷിച്ചേ പറ്റുമെന്നൊരു തോന്നലുണ്ട്. കാരണം പുള്ളി ഹാർട്ട് എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്ത് തുന്നിപ്പിടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം. കാരണം പൊതുവെ ഈ ഹാർട്ട് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പുള്ളി ഇത്ര ഫാമിലി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് യുണൈറ്റ് ചെയ്ത് പുള്ളി തിരിച്ചു വരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. ഒരുപാട് ട്രൈ ചെയ്തു. ഓണത്തിന് ഫുഡ് കഴിക്കാനൊക്കെ പുള്ളിക്ക് പറ്റി. പക്ഷെ അത് കഴിഞ്ഞൊരു 1 മന്ത് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി മരിച്ചു. എന്ന് വെച്ചാൽ പുള്ളി കേസ് കൊടുത്ത് പുള്ളിയുടെ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളി മരിക്കുന്നത്. അപ്പം അതിന്റെ ഏത് സൈഡും ആവട്ടെ, കേരളത്തിൽ ഈ ഇത് കണക്കൊരു പത്തറ്റിക് ഒരു ആണിനത് സംഭവിക്കുമ്പോൾ അയാളുടെ കയ്യിൽ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് വെളിയിലാക്കപ്പെട്ട് കഴിഞ്ഞു മെയിൽ എന്ന നിലയിൽ. അപ്പോൾ മെയിൽസിനും ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഫീമെയിൽസിന് മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാവത്തില്ല. മെയിൽസും ഒരുപാട് സഫറേഴ്സ് നമ്മളെ നാട്ടിലുണ്ട്. വെളിയിൽ പോയി ജോലി ചെയ്യുന്ന മെയിൽസിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഞാൻ വർക്കല മിഷനിൽ 8 വർഷം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവർ 45 വയസ്സ് വരെ പെങ്ങന്മാരെ എല്ലാം കെട്ടിച്ചയച്ചു. അവസാനം അസുഖമായിട്ട് ആശുപത്രി കിടക്കും. ആരും ഇല്ലാത്ത അവസ്ഥയിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് എല്ലാവരും അവരുടെ ബുദ്ധിമുട്ട് കാരണം അവർക്ക് സഹായിക്കാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ എന്നാലും ഇതാണ് കേരളത്തിൻ്റെ ഒരു കൾച്ചർ. ആരെങ്കിലും ഒരാൾ ഒരു മെയിൽ മെമ്പർ ഫാമിലിയിൽ എപ്പോഴും ഒരുപാട് ഹെൽപ്പ് ബാക്കിയുള്ളവർക്ക് ചെയ്യുകയും പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് വെളിയിലാക്കപ്പെടുന്നു. സാർ, ഒരു ഡോക്ടർ എന്ന തിരക്കിനിടയിലും ഈ വിനോദസഞ്ചാര മേഖലയിൽ അങ്ങ് ഇത്രയധികം സജീവമാകാൻ അങ്ങനെ എങ്ങനെ സാധിക്കും? അല്ല, പ്രചോദനമായ ഘടകം എന്താണ്? ഞാൻ അതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്റെ ഫാറിന്റെ അനിയൻ ഇംഗ്ലണ്ട് ഡോക്ടറാണ്. അപ്പൊ ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് പ്രഷർ. എന്റെ വൈഫും നല്ലൊരു സ്പെഷ്യാലിറ്റിയിലാണ്. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷറൈസ്. നീ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിൽ വാ, ഇവിടെ വന്ന് ജോലി ചെയ്യും, എന്തിനാണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുന്നു. അപ്പോഴും ഞാൻ പുള്ളിക്കാരടുത്ത് പറയും, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതല്ല എൻ്റെ പ്രശ്നം, എനിക്ക് എൻ്റെ നാട്. ഇപ്പൊ പുള്ളിക്കാരൻ ഇംഗ്ലണ്ടിലാണോ, ഇംഗ്ലണ്ടിനെക്കാട്ടിയും ബെറ്റർ ആക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് നമ്മുടെ നാട്ടിലും പറ്റണം. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രി ഇപ്പൊ നമുക്ക് വർക്കിൽ ഇതേ ഉള്ളു. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എല്ലാ ആൾക്കാർക്കും എത്തിക്കുന്ന രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ വരാനുള്ള ബേസിക് റീസൺ ഇതാണ്. ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നാട്ടിൽ ജോബ് എവിടെയൊക്കെ പറ്റും അവിടെയെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഈ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ പറ്റിയത് വെറുതെ ഒരു റെസ്റ്റോറൻറ്റും കള്ള് കൊടുക്കലല്ല ടൂറിസം ഇൻഡസ്ട്രി. അവിടെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കള്ളിന്റെ ആവശ്യമില്ല. കള്ളില്ലാതെ തന്നെ നമുക്ക് വർക്കെല്ലാം കേരളത്തിൽ ടൂറിസം ഇൻഡസ്ട്രി നടത്താൻ പറ്റും. പക്ഷെ നമ്മളിപ്പോ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഈ ലിക്കറാണ്, അതൊക്കെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു ഇത് മാത്രമാണ്. ഇങ്ങനെ ലിക്കർ കുടിക്കുന്ന ഒരു യൂറോപ്യൻ ഗസ്റ്റും ഇല്ല. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത്ര ബാഡായിട്ടുള്ള ഈ ലിക്കർ ഇതും യങ്സ്റ്റേഴ്സിന്റെ വേറെ വേവിട്ടുള്ള ലൈഫും ഒക്കെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? യഥാർത്ഥ യൂറോപ്യൻ ഗസ്റ്റ് ഇവിടെ 90%, 98% യൂറോപ്യൻ ഗസ്റ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് യൂറോപ്യൻ ഗസ്റ്റ് വളരെ 10%, 20% ആയിട്ട് ചുരുങ്ങിപ്പോയി. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രിക്ക് ഭയങ്കര ലോസ് ആണ്. പ്രൊഫഷണൽ ലോസ് എന്നാണ് ഞാൻ പറയുന്നത്. പലരും പറയാറുണ്ട്, ഇതിപ്പം ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നോ, സീയിലുള്ള ഗെയിംസുകൾ വന്നോ. അപ്പൊ നമ്മൾ പറഞ്ഞ് ഇതൊക്കെ ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമതൊരു സ്പിരിച്വൽ ബീച്ചാണ്. മനസ്സിലായില്ലേ? ഇവിടെ ആൾക്കാർ സ്വസ്ഥമായിട്ട് കിടക്കേണ്ട സ്ഥലമാണ്. അവിടെ ഈ മോട്ടറിന്റെ ശബ്ദവും അതും ഇതൊന്നും പാടില്ല. ഏതെങ്കിലും കുറച്ചുകൂടെ ആൾക്കാരില്ലാത്ത ബീച്ചിലേക്ക് കൊണ്ടുപോയെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ ഗവൺമെന്റ് ഒരു സജഷൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ്.
ആള് കൂടുന്നിടത്ത് ഈ സാധനങ്ങൾ ഓടും. മനസ്സിലായി? അപ്പം അവർക്കതൊരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായി? അപ്പം അവർ പറയുന്നത് ഇന്തോനേഷ്യയിൽ ഇങ്ങനെയാണ്. ഇന്തോനേഷ്യയിൽ നമ്മളുമായിട്ട് എന്ത് കമ്പാരിസൺ ആണുള്ളത്? എന്തിനാണ് നമ്മൾ ഇന്തോനേഷ്യയെ കമ്പയർ ചെയ്യുന്നത് ടൂറിസമായിട്ട്? നമ്മളെ പിള്ളേരും ഇന്തോനേഷ്യയിലെ ആൾക്കാരും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. വി ഹാവ് ഹൈ പ്രൊഫഷൻസ്. മനസ്സിലായി? നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് നമ്മളെ പ്രൊഫഷൻസ്. ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, ഇതിലെല്ലാം നമ്മൾ ഭയങ്കര മുന്നിലാണ്. നമ്മൾ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടൂറിസം ഇൻഡസ്ട്രി ഫേസ് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ അതായത് ആരോഗ്യപരമാണ് ടൂറിസം, അല്ലാതെ ഇതല്ല ഈ കാണുന്ന ടൂറിസം അല്ല. ഇതിനെ ഞാൻ ടൂറിസം എന്ന് വിളിക്കത്തേ. ഈ ടൂറിസം കൊണ്ട് ആർക്കും വലിയ ബെനിഫിറ്റ് വരാൻ പോലുള്ള ഡാമേജും വരാം ലോങ് റണ്ണിൽ. ഈ കണ്ടീഷനിൽ പോയാൽ ഇറ്റ് വിൽ ബി ഡാമേജസ് ടു ദ സ്റ്റേറ്റ്. അല്ല, പൊതുവില് കേരളത്തിന്റെ തീരപ്രദേശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർക്കല വളരെ ശാന്തമായിരുന്നു. അതെ, ശാന്തമാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ബലിമണ്ഡപം വർക്കല. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് ബീച്ച് എന്ന തലത്തിൽ ആദ്യമാണ് വർക്കല. ഒരുപക്ഷെ ഇതെല്ലാം ലോകത്തിന്റെ വിവിധ തരത്തിലുള്ള ആൾക്കാരിലേക്ക് എത്തിച്ച് കൂടുതൽ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായിരിക്കണം. എങ്കിൽ പോലും സാറ് പറഞ്ഞ പോലെ അതിന്റെ ഒരു ശുദ്ധിക്ക് എവിടെയോ അതെന്ന് പറഞ്ഞാൽ അത് ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നു. പ്രോപ്പർ സ്റ്റഡി ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ട്രിവാൻഡ്രത്തുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ശ്രദ്ധിക്കാറുണ്ട്. കല്യാണം കഴിച്ചിട്ടുള്ള യങ്സ്റ്റേഴ്സ്, അവർക്ക് പോകാൻ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്ഥലമില്ല. ട്രിവാൻഡ്രത്തിനകത്ത് ആക്കുളം പോലും മുമ്പ് 6 മണിയിൽ കഴിയുമ്പോൾ ഇതെല്ലാം നടക്കും. മനസ്സിലായി? ഒരു നൈറ്റിൽ റീസെന്റ് മാരീഡ് ആൾക്കാർ ഒന്ന് പോയി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ട്രിവാൻഡ്രത്തില്ല. പക്ഷെ ട്രിവാൻഡ്രത്ത് നോക്കിയാൽ ഒരു ലോങ് ബീച്ച് ഉണ്ട്. മനസ്സിലായി? നമ്മളെ പോലെ തന്നെ അറിയുന്ന ഒരു ലോങ് ബീച്ച് ഉണ്ട്. അതാരും കാണുന്നില്ലല്ലോ ഇന്നവിടെ. മനസ്സിലായി? പുത്തൻ തോപ്പ് തൊട്ട് പിന്നെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഓരോള്ള ലോങ് ബീച്ചസ്. ഈ ലോങ് ബീച്ചസിൽ ഒരുപാട് സാധാരണ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഫിഷർമാൻമാരുണ്ട്. ഫിഷർമാൻമാർ പലരും ഇപ്പം ഞാൻ നോക്കും, ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ നോക്കും, പഴയ ഫിഷർമാൻ പ്രായമുള്ള 65-55 നല്ല ഹെൽത്തി. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ളവരാണ്. ഇപ്പൊ ഈ ഗ്രൂപ്പ് തീരാറായി. മനസ്സിലായി? ഇനി ആരും ഈ ബോട്ടിലൊന്നും വള്ളത്തിലൊന്നും പോയി ഫിഷ് ചെയ്ത് ലോക്കൽ ഫിഷിംഗ് ഒന്നും നടക്കത്തില്ല. എല്ലാം മറ്റതിലേക്ക് മാറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് ഇവരെ ഉപയോഗിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ബീച്ചിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി, സ്വിമ്മിങ്, ബാക്കിയുള്ള സർഫിങ്, ഇതെല്ലാം നമുക്ക് ബീച്ചിൽ ചെയ്യാം. ഇതെല്ലാം ഈ റോയിലെല്ലാം ചെയ്യാം. ഇത് ചെയ്യുകയും ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അൺനെസസറി ഒരുപാട് പൈസ ഒന്നും ഇൻഡസ്ട്രിയിൽ കൊണ്ട് വേസ്റ്റ് ചെയ്യുന്നു. ക്രോസ് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് റൂംസുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയോടെ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഒരു ദിവസം 40,000 rupees to 15,000 rupees മുകളിലോട്ട് റൂം എടുത്ത് താമസിക്കുന്ന ഗസ്റ്റുകളുണ്ട്. ദാറ്റ് ഇസ് ഓൾ. അത് ലോകത്തെല്ലാ ടൈപ്പുണ്ട്. പക്ഷെ അവരല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആവറേജ് ചെയ്തിടക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു 1000 രൂപ തൊട്ട് 2500 രൂപയ്ക്കകത്ത് നല്ല റൂംസ് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചുമ്മാ വലിയ 5 സ്റ്റാർ ഒന്നും കെട്ടിയിടേണ്ട കാര്യം. നമുക്ക് ഇപ്പം തിരുവനന്തപുരത്ത് വരുന്ന വഴിയിൽ ഒരുപാട് സാധാരണക്കാരുണ്ട്. അവരെ വീട്ടിൽ പോവുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ കൊണ്ട് തന്നെ അവരുടെ വീടുകൾ മോഡിഫൈ ചെയ്യുക. അപ്പം നല്ല ഫുഡ് നമുക്ക് അവരൊന്ന് ഡെലിവറി ചെയ്യാൻ പറ്റും. അവരുടെ ഫുഡിൽ കുറച്ച് തെറ്റുണ്ടെങ്കിൽ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ ബാക്കിയുള്ളവരെ കൊണ്ട് അവരുടെ കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസ് കൊണ്ട്. ദിസ് ഇസ് ഹൗ ടൂറിസം ഷുഡ് ബി ഡെവലപ്ഡ്. ഈ ടൂറിസം മേഖലയിലേക്കുള്ള സാറിന്റെ ചുവടുവയ്പ് എങ്ങനെയായിരുന്നു? ഞാൻ സത്യം പറഞ്ഞ 1982 എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വർക്കലയിൽ വരണം. മനസ്സിലായി? അപ്പം ഈ വർക്കലയിൽ എനിക്കൊരു പഴയ വീടുണ്ടായിരുന്നു. അഴകത്ത് ഹൗസ് എന്നാണ് എൻ്റെ പേര്. ചെറിയ വിൻഡോസും ഒരു 2 റൂമുള്ള പോലെ കെട്ടിയൊരു വീട്. നമ്മൾ ഒരു ലാൻഡ് മേടിച്ചിട്ട് കൂട്ടത്തിൽ വന്ന വർക്കല ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ്. നല്ല ടെമ്പിൾ അറ്റ്മോസ്ഫിയറോട് കൂടിയുള്ള ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് നമുക്ക് യൂറോപ്യൻസിന് കൊടുത്തുകൂടാ. അന്ന് ഗസ്റ്റ് ഹൗസിൽ യൂറോപ്യൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവിടെ വർക്കലയിൽ വന്ന ആ 1 ഇയർ ഗ്യാപ്പിൽ +2 കഴിഞ്ഞ് വന്ന BSc ഞാൻ ഇവിടെ 1 ഇയർ ചെയ്തായിരുന്നു. വർക്കല കോളേജ് ചെയ്ത സമയത്താണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതെടുത്തു, ഗസ്റ്റിന് കൊടുത്തു. അന്നത്തെ സമയത്ത് ഒരു റൂമിന് 8 രൂപ വെച്ച് നമ്മൾ 2 റൂം കൊടുക്കുന്നു. ആ ഒരു സീസൺ കഴിഞ്ഞ് 3500 rupees എനിക്ക് കിട്ടുന്നു. ആ കാശ് എടുത്ത് ഞാൻ ആ വീടൊന്ന് മോഡിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1 ഇയർ BSc ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ MPUസിന് പോകുന്നത്. പിന്നെ ഞാൻ എൻ്റെ കസിൻസിനെ അത് ഏൽപ്പിച്ച് ഞാൻ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? പിന്നെ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് എൻ്റെ സ്റ്റഡീസും കഴിഞ്ഞ് ഞാൻ അനസ്തേഷ്യ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കലയ്ക്ക് തിരിച്ചു വരുന്നത്.
അപ്പം 2004 തൊട്ട് വർക്കല ക്ലിഫൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഡെവലപ്പ് ചെയ്യാന്ന് പക്ഷേ ഇവരെയൊന്നും ആരും ഗൈഡ് ചെയ്യാനില്ല. അപ്പോഴും അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് കോസ്റ്റൽ റെഗുലേഷനും വയലേഷനും, ഒരാളൊരു കെട്ടിടം വെക്കുക, അത് ഇടിച്ച് കളയുക, പിന്നെ ഒരു പാവപ്പെട്ട ഒരു കുടിൽ വെക്കുക, അത് പൊളിക്കുക, ഇതാണ് ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാൻ ആൾക്കാർക്ക് എന്നും മടിയായി. സായിപ്പിന് വീട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തോ കുറഞ്ഞ ഒരു രീതിയിൽ ഇവിടുത്തെ ആൾക്കാർ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി, അതൊരു ബിസിനസ്സായി വരുന്നുണ്ട്. പക്ഷെ അതിന് ഏത് ഡയറക്ഷനിൽ കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല. മനസ്സിലായി, നമ്മൾ ഒരുപാട് പ്രാവശ്യം ഗവൺമെന്റിനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊരു നല്ല ഇൻഡസ്ട്രിയാണ്, നമുക്ക് ഏറ്റവും ഇന്ന് ലോകത്ത് ഏറ്റവും പ്രശ്നമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ജിറിയാട്രിക് ഏരിയ, പ്രായമുള്ളവരുടെ ഏരിയ. യൂറോപ്പിൽ എവിടെ പോയാലും അവർക്കെല്ലാം അവിടെ ഗവൺമെന്റ് ഒരു ഇതുണ്ട്, അവർക്ക് പെൻഷനുണ്ട്, പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ പോലത്തെ ഒരു നാട് അവരുടെ ഓൾഡ് ഏജ് ഹോം ലാസ്റ്റ് 2 years 3 years അവർ ജീവിക്കുന്നത്, അവർക്ക് ഇവിടെ തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് 5000-നകത്ത് റൂമുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് സെൻസസ് എടുത്ത് കാപ്പിൽ 9 kilometer സ്ട്രെച്ച് ഓഫ് ബീച്ചാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ആലിയിറക്കം തൊട്ട് കാപ്പിൽ വരെ എടുക്കാം. മനസ്സിലായില്ലേ? എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 9 kilometersനകത്ത് നമുക്ക് 1000 മുകളിൽ റൂംസ് ഉണ്ട്. ഈ റൂംസിൽ ഒരു 30% വരെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺ. നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ജിറിയാട്രിക് ഹോംസുകളാക്കി, ഫിസിയോതെറാപ്പി, മനസ്സിലായി, ആയുർവേദം, മോഡേൺ മെഡിസിൻ്റെ ഒരു ബാക്കപ്പ് മോഡേൺ മെഡിസിൻ നല്ലൊരു ഹോസ്പിറ്റൽ ഇവിടെ മൈതാനത്ത് ചെയ്തിട്ട് അതിനുവേണ്ടി നമ്മൾ ഗവർണറിനെ കണ്ടു, സെൻട്രൽ ഗവൺമെന്റിന് റിക്വസ്റ്റ് കൊടുത്തു. ഒരു നാഷണൽ ജിറിയാട്രിക് ഹോസ്പിറ്റൽ വർക്കിൽ തിറക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഡ്രീം. അത് ഇതിനു വേണ്ടിയാണ്, ഇതിന് ബാക്കപ്പ് ചെയ്യാൻ. അതായത് പെൻഷൻ പറ്റി പിരിയുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന തുടർ ജീവിതത്തിന് വേണ്ടി കിട്ടുന്ന ഒരു തുക ഒരു ഭാഗം മക്കൾക്ക് കൊടുത്തിട്ട് ബാക്കി ഒരു ഭാഗം ഇതുപോലെ സമാധാനം തേടി പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കൂടുതലും അവരെ ഉപയോഗപ്പെടുത്തുന്നത് ചില പ്രൈവറ്റ് സെക്ടേഴ്സ് അവർക്ക് ഇതിന് എഫേർട്ട് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ മറന്നുപോയി, പ്രകൃതി ചികിത്സാ കേന്ദ്രം ബ്യൂട്ടിഫുൾ സെന്റർ. ഞാൻ കൊച്ചിലെ തൊട്ടേ കാണുന്ന ഒരു ആശുപത്രിയാണ് പ്രകൃതി ചികിത്സ. ഞാൻ പലപ്പോഴും ഡോക്ടർ ആയതുകൊണ്ട് പല പേഷ്യൻസിനെ ഫോളോ അപ്പ് ചെയ്യാൻ മേടിച്ച് നോക്കാറുണ്ട്. മനസ്സിലായില്ലേ? വളരെ മോശമായിട്ട് വരുന്നവരുടെ ഹെൽത്ത് റിലേറ്റഡ്, അവരുടെ വെയിറ്റ് കുറച്ച് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നല്ല സെന്ററാണ്. പക്ഷെ ഇനി അതിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട്. സാർ, ഇനി അടുത്തൊരു മേഖല, കായിക മേഖല. ഈ തിരക്കിനിടയിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. പലപ്പോഴും ഇന്ന് പലരും ആരോഗ്യമുള്ള ശരീരം തേടി പോകുമ്പോഴും ആരോഗ്യമുള്ള ഒരു മനസ്സ് ആർജിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ വർദ്ധിക്കുന്നത്, ആത്മഹത്യ പ്രവണതകൾ വർദ്ധിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഡോക്ടർ അടുത്തിടയ്ക്കല്ല, നമ്മുടെ ഡോക്ടേഴ്സ് പല എവറി 2-3 years ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മുടെ ഡോക്ടേഴ്സ്. ചെയ്യുന്നുണ്ട്. അപ്പോ ഈ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും അതിനുള്ള കാരണം കൂടി ഞാൻ സത്യം പറഞ്ഞാൽ കൊല്ലത്താണ് എൻ്റെ ബേസിക് എഡ്യൂക്കേഷൻസ് ഒക്കെ നടന്നത്. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കൊല്ലം എസ് എൻ കോളേജിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ കൊല്ലം എസ് എൻ കോളേജിൽ നടക്കുന്ന ആക്ടിവിറ്റീസും പിന്നെ എൻ്റെ സ്കൂൾ തങ്കശ്ശേരിയിൽ ഇൻഫന്റ് ജീസസ് ആണ്. അവിടെ കായിക ഈ 4 o'clock കഴിഞ്ഞാൽ സ്കൂളിൽ നമ്മളെ അന്നത്തെ പ്രിൻസിപ്പൽ ഒരു ഫെർഡിനൻഡ് കായൽ, പുള്ളി ഇപ്പോഴും ഉണ്ട്, ഒരു 96 years മുകളിലായി. പുള്ളിയും കൂടെ വരും ഗ്രൗണ്ടിൽ. മനസ്സിലായില്ല? ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ 6 മണി വരെ അത് യൂസ് ചെയ്തിട്ടേ വീട്ടിൽ പോകും. അത് ആ ഒരു രീതിയിലാണ് ഞാൻ സ്പോർട്സിലേക്ക് വന്നത്. പിന്നെ ഞാൻ ഈ പിന്നെ ഗ്രൗണ്ടിന്റെ അടുത്ത് കിടക്കുന്നത് എസ് എൻ കോളേജിന്റെ അടുത്താണല്ലോ അവിടുത്തെ സ്റ്റേഡിയം, കൊല്ലത്തെ സ്റ്റേഡിയം. അത് അവിടെ കിടക്കുന്നുണ്ട്, അവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സുരേഷ് ബാബു ഒക്കെ നമ്മുടെ ആ ലൈനിലാണ് താമസിക്കുന്നുണ്ട്. ഞാൻ പോൾ വാൾട്ടിലേക്ക് അന്ന് തിരിഞ്ഞു. പോൾ വാൾട്ട് എൻ്റെ ഒരു മെയിൻ ഐറ്റമായിട്ട് ഞാൻ അന്ന് ചെയ്തായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷട്ടിൽ, ക്രിക്കറ്റ്, ഇതെല്ലാം ഞാൻ അതിൻ്റെ പാരലായിട്ട് ചെയ്യും. ശനി ഞായറും നമ്മൾ ക്രിക്കറ്റ് കളിക്കും. നമ്മളവിടെ ഒരു വലിയ ഗ്രൂപ്പ്, യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു ക്ലബ്ബ് തന്നെ കൊല്ലത്തുണ്ടാക്കി. അന്ന് ക്രിക്കറ്റ് ബോളിന് 30 രൂപ എടുത്തില്ല. മനസ്സിലായി? അപ്പം 30 ഓവർ മാച്ച് കളിച്ചു കഴിഞ്ഞാൽ ആരാണ് ജയിക്കുന്നത് അവർക്ക് ആ ക്രിക്കറ്റ് ബോൾ കിട്ടുക. അതായിരുന്നു അന്നത്തെ ഒരു സിസ്റ്റം. അപ്പം നമ്മൾ സ്പോർട്സിലൂടെ നല്ലൊരു ഇൻട്രാക്ഷൻ, സ്പോർട്സിൻ്റെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ അതിനകത്തൊരു പക്ക കമ്പനി എല്ലാവരും. അതാണ് ആ സ്പോർട്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും അവരെല്ലാം നമ്മൾ വെൽ കണക്റ്റഡ് ആണ്. പക്ഷെ ഞാൻ വർക്കല വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ലല്ലോ. ഞാൻ അന്ന് ബോളെ കൊണ്ടുവന്ന് അന്ന് നമ്മളിവിടെ ഈ കാണുന്ന എലിപ്പാഡ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് എടുത്ത് എലിപ്പാഡിന് ഈ കാറ് മൊത്തം എടുത്ത് കളയും.
മനസ്സിലായി. എടുത്ത് കളഞ്ഞിട്ട് എലിപ്പാട് ഗവൺമെന്റ് പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ ഒരു ഔട്ട്ലെറ്റാണ്. അവർക്ക് ഈ പുകയും ഒഴുങ്ങും ഇല്ല, ശബ്ദവും ഇല്ലാതെ സ്വസ്ഥമായിട്ട് എക്സസൈസ് ചെയ്യാനും യോഗ ചെയ്യാനും ഉള്ള ഒരു പ്ലേസാണ്. ഇതിനെ ഈ ഇത്രയും കാറ് 300 കാർ എന്ന് പറഞ്ഞാൽ 50 രൂപ വെച്ച് മേടിച്ചപ്പോഴും ഗവൺമെന്റ് ഇൻകമാണ്. ദേവസ്വം ബോർഡിന്റെ പ്രോപ്പർട്ടി താഴെ 3.5 ഏക്കർ ലാൻഡ് അവിടെ താഴെ കിടക്കുന്നു. അവർക്ക് കൊടുത്ത ദേവസ്വം ബോർഡിന് അഡീഷണൽ ഇൻകമാണ്. എത്ര റിക്വസ്റ്റ് കൊടുത്ത് എന്തുകൊണ്ട് നടക്കുന്നത്? സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ വേസ്റ്റ് വാട്ടർ നേരെ കടലിലോട്ടാണ് അടിച്ചു കിടക്കുന്നത്. മനസ്സിലായി. ഞാൻ ഈ പ്രാവശ്യം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും സെപ്റ്റിക് ടാങ്ക് കമ്പൽസറി ആയിട്ട് സെപ്റ്റിക് ടാങ്ക് വെക്കുകയും പിന്നെ ഈ 10 റെസ്റ്റോറൻറ്റ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം എടുത്ത് പ്യൂരിഫൈ ചെയ്തിട്ട് താഴെ ബ്യൂട്ടിഫുൾ ഒരു ഗാർഡൻ ചെയ്യും. ഈവനിങ്സിലൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ആ ഗാർഡനിൽ ഇരുന്ന് പോകാൻ പറ്റും. അങ്ങനത്തെ കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ബാക്കിൽ നടന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അടുത്ത സീസണിൽ സ്റ്റാർട്ട് ചെയ്തു. സാർ എന്തുകൊണ്ട് ഇതൊരു ഒന്ന് സോർട്ട് ചെയ്ത് ഒരു റിക്വസ്റ്റ് സർക്കാരിനൊരു ഞാൻ ഇന്നും കൊടുത്തിരിക്കുന്ന റിക്വസ്റ്റ് ഇത് തന്നെയാണ്, ഒരു പ്രോജക്റ്റ് ആയിട്ടില്ല. നമ്മള് റിക്വസ്റ്റ് കൊടുത്തിട്ട് അല്ല, ഞാൻ ഇതിനകത്തൊരു സത്യം പറയാം. ഞാനൊരു 20-25 ഇയേഴ്സോളം ഇൻഡസ്ട്രി ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റും സർക്കാർ പരിഗണിക്കുന്നില്ല. അത് ഞാൻ ഇതായിട്ട് പറയല്ല, പരിഗണിക്കാറില്ല. നമ്മളത് എപ്പോഴും പറയണ്ട. ഇപ്പൊ ഞാൻ കൊടുത്ത റിക്വസ്റ്റിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് അറിയാം? ഈ 9 കിലോമീറ്റർ സ്ട്രെച്ചിൽ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് കളക്ടറിനെ നിയമിക്കുക. പുള്ളി ആയിരിക്കണം ഇതിന്റെ ഫുൾ ചാർജ്. മനസ്സിലായി. പുള്ളിയുടെ മജിസ്റ്റീരിയൽ പവർ ഉള്ള ആളാണ്. ഒരു അബ്നോർമൽ കെട്ടിടം വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അപ്പം പൊളിച്ചു നിൽക്കും. അല്ലാതെ നോട്ടീസ് കൊടുത്ത് അതിനെ അവിടെ നിലനിർത്തി 35 വരും പിന്നെ അവനെ കൊണ്ട് നടക്കലല്ല പരിപാടി. എന്നാൽ അയാൾ ഒന്ന് നോക്കും, നമ്മളിവിടെ ഒരു സാധനം വരണം, ഇത് അങ്ങനെ വരണമെങ്കിൽ പുള്ളി സാക്ഷ്യം കൊടുക്കാതെ ഒന്ന് പോകും. അല്ലാതെ ഇത് ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവന്മാരായിട്ട് നട്ട ഓടിക്കുക. എന്തൊക്കെ ഇഷ്യൂ, എന്നും ഇഷ്യൂ ആണ് ഈ ടൂറിസ്റ്റിനായിട്ട്. ഈ മുനിസിപ്പാലിറ്റിക്ക് ഇഷ്ടം പോലെ വർക്കുണ്ട്. പാവപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവരെ ഇതിൽ നിന്ന് പതുക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സാറ് സജീവമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വർക്കലയിൽ നിന്ന് വരുന്ന പേഷ്യൻസിന് മെഡിക്കൽ കോളേജിനകത്ത് എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് ഒപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അതാണ് അത്ര എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി പിന്നെ ഇത് കണക്കുള്ള എന്തെങ്കിലും ഓർഗനൈസേഷൻസിനുള്ള ഫണ്ടിങ്ങും ബാക്കി കാര്യങ്ങളും നമ്മൾ ആരും വന്നാലും ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ജിറിയാട്രിക് സെന്റർ, പാലിയേറ്റീവ് കെയർ നല്ലതാണ്. മനസ്സിലായില്ല, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ട്രിവാൻഡ്രത്തോ വർക്കലയിലോ എവിടെയെങ്കിലും അത് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം. എന്റെ മനസ്സിലത് വർക്കലയിൽ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. വർക്കലയിൽ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. പക്ഷെ ഈ പറഞ്ഞതൊക്കെ അതിന് പറ്റിയെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് ജോബ് നാട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഒരുപാട് ഇപ്പം തന്നെ അറൗണ്ട് ഒന്നും ചെയ്യാതെ തന്നെ ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ തന്നെ 10,000 മുകളിൽ ആൾക്കാരിവിടെ വർക്ക് ചെയ്യുന്നു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പെറ്റമ്മയും പിറന്ന നാട് സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വർക്കലയുടെ ആരോഗ്യ രംഗത്തെ ഉയർത്തുവാൻ, വർക്കലയിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിന്റെ നാനാ മേഖലകളിലേക്ക് ആരോഗ്യരംഗവുമായി ചെന്നെത്തുകയും ഏറ്റവും അവസാനം ആതുര ശുശ്രൂഷ രംഗത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൾക്കാരെ നന്നായി മയക്കി ശസ്ത്രക്രിയ ചെയ്ത് നന്നായി ഉണർത്തി നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വളരെ വ്യത്യസ്തനായ ഒരാളാണ്. തന്നെയുമല്ല, ഇത് പലരുടെയും മനസ്സിലുണ്ട്. പ്രായോഗിക തലത്തിലേക്ക് എത്തുവാൻ ഈ ഒരു ചെറിയ ജീവിതവും നമ്മൾ ആലോചിക്കുന്ന സമ്പത്തും പോരാ. എന്നാൽ ഇത് ഏറെക്കുറെ ആരോഗ്യവും കായികവും വിനോദവും അതോടൊപ്പം തന്നെ ടൂറിസവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഈ തരത്തിൽ ഒരു വലിയൊരു സംവിധാനം ഒരുക്കി ജീവിതത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന, നാളെക്കുറിച്ച് നന്നായി സ്വപ്നം കാണുന്ന, പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ വളരെ ചുറുചുറുക്കോടെ ജീവിച്ചു പോരുന്ന അങ്ങയെ കാണാനും ഇത്രയും നേരം സംസാരിക്കുവാനും ഒക്കെ സാധിച്ചത് ഒരു വലിയ അനുഭവമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഗുരുപ്രിയയുടെ ഈ ഒരു സായന്തനം സ്നേഹചന്ദ്രിക കൊണ്ട് മനോഹരമാക്കി മാറ്റിയ അങ്ങേക്ക് 1000 നന്ദി, സ്നേഹാദരങ്ങൾ.